പട്ടാമ്പിയിലെ പാർക്ക് നിർമ്മാണം കഴിഞ്ഞുള്ള ആദ്യ തിരുവോണത്തിലെത്തിയത് 100 കണക്കിന് ആളുകളാണ്. ഭാരതപ്പുഴയോരത്താണ് EMSന്റെ നാമധേയത്തിൽ പൂർണ്ണമായും MLA ഫണ്ടിൽ പാർക്ക് നിർമ്മിച്ചത്. പട്ടാമ്പിയിൽ ഒഴിവുകൾ ചെലവഴിക്കാൻ പൊതുജനങ്ങൾക്കായി നിർമ്മിച്ച ഈ EMS പാർക്കിൽ തിരുവോണ ദിനത്തിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. കുട്ടികൾ മുതൽ പ്രായമായവർ വരെ തിരുവോണ ദിനത്തിലെ സായാഹ്നം ചെലവഴിക്കാൻ പാർക്കിലേക്ക് എത്തി. കുടുംബമായും കൂട്ടുകാരുമായൊക്കെയാണ് ആളുകൾ എത്തിയത്. മുഹമ്മദ് മൊഹസിൻ MLAയുടെ ശ്രമഫലം കൊണ്ടാണ് പട്ടാമ്പിയിൽ ഈ പാർക്ക് ആരംഭിച്ചത്. ആളുകളുടെ സന്തോഷം നേരിട്ട് കാണാൻ MLA എത്തി. കുട്ടികളുമായി സെൽഫി എടുത്തും ആളുകളുമായി വിശേഷം പങ്കുവച്ചും MLAയും ജനപ്രതിനിധികളും തിരുവോണ ദിന സായാഹ്നം ആഘോഷമാക്കി. ഇത് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. നമുക്കറിയാം MLA ഫണ്ടിൽ നിന്ന് പട്ടാമ്പിയിൽ ഇങ്ങനെ ഒരു പാർക്കിന് വേണ്ടി ഫണ്ട് അനുവദിച്ചത് എന്തായാലും ഉചിതമായി എന്ന് തോന്നുന്നുണ്ട്. മഹാനായ EMSന്റെ പേരിലുള്ള ഈ പാർക്ക് ജനങ്ങളെ ഏറ്റെടുത്തു എന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇതുവരെ ഇത്തരത്തിൽ ആഘോഷവേളകൾ ഉല്ലസിക്കാൻ പട്ടാമ്പിക്കാർ ആശ്രയിച്ചിരുന്നത് തൃത്താല വെള്ളിയാങ്കലിനെയും ഷൊർണൂർ ഭാരതപ്പുഴയും ഒക്കെയായിരുന്നു. EMS പാർക്ക് യാഥാർത്ഥ്യമായതിൽ വലിയ സന്തോഷത്തിലാണ് നാട്ടുകാർ. ന്യൂസ് 18 പട്ടാമ്പി. ഒന്നിച്ചോണം ആഘോഷിച്ച് മാവേലിക്കര മിനി സിവിൽ സ്റ്റേഷൻ. എല്ലാ വകുപ്പിലെയും ജീവനക്കാർ ചേർന്ന് സിവിൽ സ്റ്റേഷൻ അങ്കണത്തിൽ ഒന്നിച്ചാഘോഷിച്ചു. ഒന്നിച്ചോണം 2025 എന്ന ഓണാഘോഷ പരിപാടിക്ക് മെഗാ അത്തപ്പൂക്കളം ഒരുക്കിയാണ് തുടക്കമായത്. 10 അടി വലുപ്പത്തിലുള്ള പൂക്കളം നിർമ്മിച്ചത് ഏകദേശം 100 കിലോയോളം പൂക്കൾ ഉപയോഗിച്ചാണ്. വിവിധ വകുപ്പുകളിലെ 50ഓളം ജീവനക്കാർ അടങ്ങുന്ന സംഘമാണ് 3 മണിക്കൂർ കൊണ്ട് പൂക്കളം തീർത്തത്. വാദ്യമേളത്തോടൊപ്പം മാവേലിയും പുലികളി സംഘവും ജീവനക്കാരൊരുക്കിയ ഓണഘോഷയാത്രയും നടന്നു. എല്ലാവർക്കും വേണ്ടി ഓണസദ്യയും ഉദ്യോഗസ്ഥ കൂട്ടായ്മ കരുതിയിരുന്നു. എല്ലാവർക്കും ഓണം എന്ന സങ്കല്പമാണ് ആഘോഷങ്ങളിലൂടെ പ്രാവർത്തികമാക്കിയതെന്ന് സംഘാടകർ അറിയിച്ചു. 18 വകുപ്പുകളിൽ നിന്നായി 220ഓളം ഉദ്യോഗസ്ഥർ ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തു. അദ്ദേഹത്തിന്റെ ലക്ഷ്യത്തിലേക്ക് പിടിച്ചെടുപ്പിക്കുവാൻ നവാസ് സാർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഏതാണ്ട് ഓണക്കാലം ഡയാലിസിസ് ചെയ്യുന്നവർക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ് ഒരു വൈദികൻ. പഴയിടത്തിന്റെ പായസക്കൂട്ടം എന്ന പേരിൽ നടത്തിയ പദ്ധതിയിലൂടെ ഡയാലിസിസിനുള്ള പണം കണ്ടെത്തുകയാണ് പെരുമ്പടപ്പ് ഫാത്തിമ ആശുപത്രിയുടെ ഡയറക്ടർ ഫാദർ സിജു ജോസഫ്. പദ്ധതി ഹൈബിയുടെ MP ഉദ്ഘാടനം ചെയ്തു. ഫാദർ സിജു ജോസഫ് ഡയാലിസിസ് രോഗികൾക്ക് താങ്ങായി തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി. കഴിഞ്ഞ 8 വർഷമായി 10,000-ലധികം രോഗികൾക്കാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഡയാലിസിസ് സൗജന്യമായി നടത്തിയത്. ഓണക്കാലവും അദ്ദേഹം അതിനുള്ള ധനസമാഹരണത്തിനായി മാറ്റിവെച്ചു. പഴയിടത്തിന്റെ പായസക്കുടം എന്ന പേരിൽ പായസമേളയാണ് ഫാദറിന്റെ നേതൃത്വത്തിൽ ഇത്തവണ സംഘടിപ്പിച്ചത്. ഒരു ചെറിയ മൺകുടത്തിൽ പായസം നിറച്ച് വിതരണം ചെയ്ത് അതിലൂടെ ഡയാലിസിസ് പദ്ധതിയിലേക്ക് പണം കണ്ടെത്തുകയാണ് അദ്ദേഹം. സെന്റ് ത്രാസസ് കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് നടന്ന ചടങ്ങ് ഹൈബിയുടെ MP ഉദ്ഘാടനം ചെയ്തു. ഒരല്പം മധുരം ഈ ഓണക്കാലം നമ്മുടെ ഡയാലിസിസ് രോഗികൾക്ക് സഹായം നൽകാനാണ് ഒരു ഉത്തരവാദിത്വം സിജു അച്ഛൻ ഏറ്റെടുത്തിട്ടുള്ളത്. ആ ഉത്തരവാദിത്വത്തിൽ നമ്മളെല്ലാവരും പങ്കാളികളായി ഇതൊരു വലിയ ഉദ്യമമായി വിജയിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കഴിഞ്ഞ ഓണക്കാലത്തും ക്രിസ്മസ് കാലത്തുമൊക്കെയായി നിരവധി പദ്ധതികൾ ഫാദർ സിജു ജോസഫ് നടപ്പിലാക്കിയിരുന്നു. ക്രിസ്മസ് കാലത്ത് ഒരു KSRTC ബസ് വാടകയ്ക്കെടുത്ത് കേക്ക് വിൽപ്പന നടത്തി സമാഹരിച്ചത് 10 ലക്ഷം രൂപയാണ്. കഴിഞ്ഞ ഓണക്കാലത്താണ് വീടുകളിൽ പ്ലാസ്റ്റിക് കുപ്പികൾ നൽകി ചില്ലറകൾ ശേഖരിച്ച് 26.5 ലക്ഷം രൂപ സ്വരൂപിച്ചത്. ചില്ലറക്കാരൻ എന്നാണ് ആ പദ്ധതിയെ ഫാദർ നാമകരണം ചെയ്തത്. അത് ചില്ലറ തുട്ടുകൾ ശേഖരിച്ചുകൊണ്ട് ഡയാലിസിസ് രോഗികളെ സഹായിക്കുവാനായിരുന്നു. അതും വലിയൊരു സഹായമാണ് ഡയാലിസിസ് രോഗികൾക്ക് നൽകിയത്. ഇപ്പോൾ ഹോസ്പിറ്റലിൻ്റെ സഹകരണത്തോടുകൂടെ ഹോസ്പിറ്റലിൻ്റെ വരുമാനത്തിൻ്റെ 1% ഡയാലിസിസ് രോഗികൾക്കായിട്ട് മാറ്റിവെക്കുന്നു. ഒപ്പം ഇതുപോലെയുള്ള സംരംഭത്തോട് സഹകരിക്കുന്ന അഭ്യുദയകാംക്ഷികളുടെ സഹകരണത്തോടുകൂടെ 25 ലക്ഷം രൂപ ഈ ഓണത്തോടനുബന്ധിച്ച് ഡയാലിസിസ് രോഗികൾക്കായിട്ട് സൗജന്യ ഡയാലിസിസ് അല്ലെങ്കിൽ സൗജന്യ നിരക്കിൽ ഡയാലിസിസ് ചെയ്യുവാനായിട്ടുള്ളൊരു സംരംഭം ഒരുക്കുകയാണ്. TJ വിനോദ് MLA ഉൾപ്പെടെ നിരവധി പേരാണ് പദ്ധതിക്ക് പിന്തുണയുമായി എത്തിയത്. ആശുപത്രി ജീവനക്കാർ സംഘടിപ്പിച്ച തിരുവാതിരയിൽ ചടങ്ങിന്റെ ഭാഗമായി അരങ്ങേറി. ന്യൂസ് 18 കൊച്ചി.
കന്യാകുമാരി ജില്ലയിൽ ഓണാഘോഷത്തിൽ വ്യത്യസ്തമായൊരു കാഴ്ച കാണാം. തലക്കലിൽ മാവേലിയുടെ വേഷമണിഞ്ഞ് ട്രാഫിക് ബോധവൽക്കരണമാണ് നടത്തിയത്. ഹെൽമറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്ന ഇരുചക്ര വാഹന യാത്രക്കാർക്ക് ബോധവൽക്കരണവും ഹെൽമറ്റും നൽകിയാണ് മാവേലി തക്കലയിലെത്തിയത്. ഹെൽമറ്റ് ധരിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി പോലീസും യുവജന സംഘടനയും ചേർന്ന് നടത്തിയ ബോധവൽക്കരണ റാലിയും സംഘടിപ്പിച്ചു. ഹെൽമറ്റ് ധരിച്ച് യാത്ര ചെയ്യുന്ന ബൈക്ക് യാത്രികർക്കുൾപ്പെടെ മധുരപലഹാരങ്ങൾ വിതരണവും ചെയ്തു. മഴ മാറാത്തതോടെ ഓണത്തിന് ഇടുക്കിയെ കൈയൊഴിഞ്ഞ് സഞ്ചാരികൾ. മൂന്നാറടക്കം പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെത്തിയത് നാമമാത്രമായ സഞ്ചാരികളാണ്. മുൻ വർഷങ്ങളിൽ ഓണക്കാലത്ത് സഞ്ചാരികളാൽ നിറഞ്ഞിരുന്ന മൂന്നാറിന്റെ നിരത്തുകൾ ഇത്തവണ ശൂന്യമായിരുന്നു. തുടർച്ചയായി പെയ്ത കനത്ത മഴ ടൂറിസം മേഖലയിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത്. ഓണം അവധി മൂന്നാറിൽ ആഘോഷിക്കാൻ നിരവധി പേർ മുൻകൂട്ടി റൂം ബുക്ക് ചെയ്തിരുന്നു. എന്നാൽ തുടർച്ചയായി മഴ പെയ്തതോടെ சஞ்சாரிகளில் பலரும் புக்கிங் கேன்சல் செய்து. இந்த மாதிரி ஓணம் பண்டிகை வந்து கேரளாவில் பெருசாக கொண்டாடுறது, இந்த மாதிரி கெஸ்ட் எதுவும் எங்களுக்கு வராது பெரிய இழப்பாக இருக்குது. எதனாலும் பார்த்தீங்கன்னா ஒன்றாவது இந்த காலாவஸ்தை, ரோடு சரியில்லை, பார்க்கிங் ப்ராப்ளம். ஸோ ஹோட்டலில் நிறையா புக்கிங் இருந்துச்சு, எல்லாம் இதனாலேயே கேன்சல் ஆயிடுச்சு. സഞ്ചാരികൾക്കായി മിക്ക റിസോർട്ടുകളിലും ഹോട്ടലുകളിലും ഓണസദ്യയും തയ്യാറായിരുന്നു. വിവിധ ഓണാഘോഷ പരിപാടികൾക്കായുള്ള ഒരുക്കങ്ങളും പാഴായി. എല്ലാ ഹോട്ടലുകളിലും സദ്യ എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഓണത്തിന് വരവേൽക്കാൻ പൂക്കളും മറ്റു കളികളും അല്ലെങ്കിൽ ചെറിയ പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് എല്ലാ ഹോട്ടലുകളും ഒരുങ്ങിയതാണ്. പക്ഷെ നമുക്ക് ഈ ഒരു 3-4 ആഴ്ചകൾ മുമ്പോട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ട്രെൻഡ് മനസ്സിലായത് കുറവാണെന്ന് തന്നെയാണ്. ബുക്കിംഗ് കുറവായിട്ടായിരുന്നു ഇപ്പോഴും കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ തീർച്ചയായും ഒരു കഴിഞ്ഞ ആഴ്ച ഒരു 3-4 ദിവസം മുമ്പെങ്കിലും ഇത് പെട്ടെന്നെങ്കിലും കയറി വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇന്ന് വിചാരിച്ചാണ് ഇരുന്നതെങ്കിൽ പോലും നമ്മൾ വിചാരിച്ചത്ര ഒരു ബുക്കിംഗ് വന്നിട്ടില്ല. കഴിഞ്ഞ മധ്യവേനൽ അവധിക്കാലത്തെ അവസാന ആഴ്ചകളിലും മഴ ശക്തമായി പെയ്തത് പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. ഓണം അവധിക്കാലം പ്രതീക്ഷിച്ചിരുന്ന ടൂറിസം മേഖലയ്ക്ക് വീണ്ടും വില്ലനായിരിക്കുകയാണ് മഴ. വരും ദിവസങ്ങളിലെങ്കിലും സഞ്ചാരികൾ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ടൂറിസം മേഖലയിൽ ജോലി ചെയ്യുന്നവർ. ന്യൂസ് 18 ഇടുക്കി. തിരുവോണനാളിൽ ഭക്ഷ്യമന്ത്രിയുടെ മണ്ഡലമായ നെടുമങ്ങാട് റോഡരികിൽ വാഴയിലയിട്ട് കോൺഗ്രസിന്റെ പ്രതിഷേധം. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിലാണ് ഭക്ഷ്യമന്ത്രിക്കെതിരെ സദ്യയില്ലാതെ വാഴയിലയിട്ട് പട്ടിണി സമരം നടത്തിയത്. വില വർധന കാരണം സാധാരണക്കാർക്ക് ഓണം ആഘോഷിക്കാനാകാത്ത അവസ്ഥയാണെന്ന് സമരക്കാർ ആരോപിക്കുന്നു. നെടുമങ്ങാട് കച്ചേരി ജംഗ്ഷനിൽ നടന്ന പരിപാടി KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് G. സുബോധൻ ഉദ്ഘാടനം ചെയ്തു.